അപ്പോൾ നമ്മൾ ഇന്ന് ടിങ്കിൾ ഹോൾഡേഴ്സിൻ്റെ ഒരു അടിപൊളി വണ്ടി കാണാൻ വന്നിട്ടാണുള്ളത്. 17 സീറ്റുള്ള ഒരു ട്രാവലർ എത്രത്തോളം അടിപൊളിയാക്കാം എന്നതിൻ്റെ ഉത്തമ ഉദാഹരണമാണ് ഈ ടിങ്കിൾ ഹോൾഡേഴ്സിൻ്റെ ചേകവൻ എഡിഷനിലുള്ള ഈ വണ്ടി. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഡ്രീം ക്യാച്ചർ DC മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ആദ്യം തന്നെ നിങ്ങൾ ഈ വണ്ടിയുടെ എക്സ്റ്റീരിയറിലൊന്ന് ചുറ്റി കണ്ടു. അതിനുശേഷം ഞാൻ ഓരോ പോർഷനായിട്ട് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. ആദ്യം എന്തായാലും നിങ്ങൾ വണ്ടി മൊത്തത്തിലൊന്ന് ചുറ്റിക്കണ്ടെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ നമുക്ക് ഒറ്റ നോട്ടത്തിൽ തന്നെ അടിപൊളിയായിട്ടാണ് ഇവർ ഗ്രാഫിക്സും കാര്യങ്ങളൊക്കെ ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് മുൻഭാഗത്ത് ഈ ടിങ്കിളിൻ്റെ പേരിൽ തുടങ്ങാം. ഇവിടെ അടിപൊളിയായിട്ടൊരു പേര് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഏകദേശം രാത്രി ആകുമ്പോൾ ഇതിൻ്റെ മേലെ ലൈറ്റും കാര്യങ്ങളൊക്കെ വെച്ച് അടിപൊളിയായിട്ട് ലുക്കാണ്. നമ്മൾ ഈ പകൽ കാണുന്ന ഒരു ഡിസൈനും കാര്യങ്ങളല്ല, രാത്രി വേറെ ലെവൽ ഇതാണ്. ലൈറ്റൊക്കെ ഇട്ട് കഴിഞ്ഞാൽ വേറെ ലെവലാണ് ഈ വണ്ടിയുടെ ഇത് ഒരു ലുക്ക് എന്ന് പറയാൻ. അപ്പോൾ ഇതിൻ്റെ ഓരോ എലമെൻറ്റ്സ് പറയുകയാണെങ്കിൽ ഇവിടെ ടിങ്കിളിൻ്റെ പേര് നല്ല വലിപ്പം തന്നെ അടിച്ചിട്ടുണ്ട്. പിന്നെ തൊട്ട് താഴെയായിട്ട് ഇതിൻ്റെ എഡിഷൻ നെയിമായി ചേകവൻ അടിച്ചിട്ടുണ്ട്. അതിലൊരു വാളിൻ്റെ ഇതൊക്കെ കൊടുത്തിട്ടുണ്ട്, നല്ല അടിപൊളിയായിട്ട് കൊടുത്തിട്ടുണ്ട് കാണാൻ. പിന്നെ ഇതവിടെ ഒരു ചെറിയൊരു സബ് ക്യാപ്ഷൻ കൊടുത്തിട്ടുണ്ട്. പിന്നെ ബോണ്ടിലേക്ക് വരുവാണെങ്കിൽ നല്ല അടിപൊളിയായിട്ട് നോ ഫിയർ, അതുപോലെ തന്നെ ആംഗ്രി ബേർഡിൻ്റെ രീതിയിലുള്ള ഗ്രാഫിക്സും കാര്യങ്ങളൊക്കെ ഇവിടെ ആഡ് ചെയ്തിട്ടുണ്ട്. ബോണ്ട് നല്ല ബോറല്ലാത്ത രീതിയിൽ നല്ല അടിപൊളി ആ രീതിയിൽ, അതായത് ഈ വൈറ്റിൻ്റെ മേലെ എങ്ങനെ പെർഫെക്റ്റായിട്ട് ചെയ്യാവുന്ന രീതിയിലാണ് ഇതിലേക്ക് ആഡ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഇവിടെ ഒരു ചെറിയൊരു മിറർ ഉണ്ട്, അതിലൊരു ആംഗ്രി ബേർഡ് ഇത്തരം കൊടുത്തിട്ടുണ്ട്, ഒരു ആൻറ്റിന കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടെ ഒരു നടുക്കൊരു മെയിനായിട്ടുള്ളൊരു കുറ്റി കൊടുത്തിട്ടുണ്ട്. സാധാരണ നമ്മൾ ഇത് ഇന്നോവയിലൊക്കെ ഇത് കാണാറുണ്ട്, പക്ഷേ ഇതും ഈ വണ്ടിക്ക് ഒരു ലുക്ക് കിട്ടാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ ഫോഴ്സിൻ്റെ ബാഡ്ജ് മാറ്റിയിട്ട് ഒരു ബെൻസിൻ്റെ രീതിയിലുള്ളൊരു ബാഡ്ജും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. പിന്നെ ഇവിടെ ലൈറ്റും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതൊക്കെ ഞാൻ രാത്രി ഈ ലൈറ്റ് ഒന്ന് കുറഞ്ഞതിന് ശേഷം ഓണാക്കി കാണിച്ചു തരാം. പിന്നെ ഹെഡ്ലൈറ്റ് ചെറുതായിട്ടൊന്ന് സ്മോക്ക് ചെയ്തിട്ടുണ്ട്. ഹെഡ്ലൈറ്റിൻ്റെ പോർഷൻ ഒഴിവാക്കിയിട്ടാണ് സ്മോക്ക് ചെയ്തിട്ടുള്ളത്. പിന്നെ അതുപോലെ തന്നെ ഇത് എക്സ്ട്രാ ലൈറ്റാണ്, നമ്മൾ ഫോഗിനൊക്കെ ഉപയോഗിക്കുന്ന മഞ്ഞ ലൈറ്റാണിത്. ഇതിൻ്റെ കവറിൽ പോലും ഒരു അടിപൊളിയായിട്ടുള്ള ഡിസൈൻ കൊണ്ടുവരാൻ ഇവർ ശ്രമിച്ചിട്ടുണ്ട്. ഇതിൻ്റെ മുകളിൽ ലൈറ്റ് ഉണ്ട്, അതായത് ഈ കവർ അഴിച്ച് വെക്കുമ്പോൾ ഡിസ്കണക്ട് ചെയ്യാൻ പാകത്തിനുള്ള ലൈറ്റാണ് ഇവിടെയും കൊടുത്തിട്ടുള്ളത്. പിന്നെ താഴേക്ക് പോവുകയാണെങ്കിൽ ഒരു ഫോഗ് ലാമ്പ് കൊടുത്തിട്ടുണ്ട്, അതിന് ചുറ്റിലും DRL സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ മുൻഭാഗത്ത് എവിടെയൊക്കെ DRL ഉണ്ട് എന്ന് അറിയണമെങ്കിൽ രാത്രി ആയി കഴിഞ്ഞാൽ മാത്രമേ മനസ്സിലാവുള്ളൂ. അത്രയും DRLും കാര്യങ്ങളും സെറ്റ് ചെയ്തിട്ടുണ്ട്, പക്ഷേ എന്നാൽ ബോറല്ലാത്ത രീതിയിലാണ്. പിന്നെ ഇതവിടെ ഒരു കോർണർ ലിപ്പ് രണ്ട് സൈഡിലും കൊടുത്തിട്ടുണ്ട്. പിന്നെ അടിയിലും സ്പോട്ട് ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. ഇത്രയൊക്കെയാണ് മുൻവശത്തെ കാര്യങ്ങൾ. പിന്നെ മുകളിലുള്ള ലൈറ്റ് പറയാൻ വിട്ടുപോയി, റൂഫ് ലൈറ്റ് 4 കൊടുത്തിട്ടുണ്ട്. അതിൽ ലൈറ്റും ഉണ്ട്, അതുപോലെ തന്നെ DRL സെറ്റ് ചെയ്തിട്ടുണ്ട്. അതിലും 2 ടൈപ്പ് DRL ആണുള്ളത്, അത് ബ്ലിങ്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന രീതിയിലാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. പിന്നെ സൈഡിലേക്കൊക്കെ കാണും അത്യാവശ്യം വലിപ്പമുള്ള മിറർ രണ്ട് സൈഡിലുണ്ട്. സാധാരണ ഫോഴ്സിൽ കാണുന്ന രീതിയിലുള്ള വലിപ്പമുള്ള മിറർ തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് മുൻഭാഗത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് സൈഡിലുള്ള ഗ്രാഫിക്സും കാര്യങ്ങളൊന്ന് കണ്ടിട്ട് വരാം. ഇത് നോർമലായിട്ട് കമ്പനി വരുന്ന ഒരു ഇൻഡിക്കേറ്ററാണ്. പിന്നെ ഇവിടെ 2.2 ഡൈക്കോർന്നൊക്കെ ഉണ്ടാവും, അതൊക്കെ പറിച്ച് കളഞ്ഞിട്ടുണ്ട്. പിന്നെ ബാക്കിലേക്ക് വരുവാണെങ്കിൽ ടിങ്കിളിൻ്റെ ഒരു എംബ്ലം ഇവിടെ കൊടുത്തിട്ടുണ്ട്, ഇവരുടേതായ ഡിസൈനിലൊരു എംബ്ലം. പിന്നെ ഫ്രണ്ട് അതായത് മുൻഭാഗത്തെ ബോണ്ടിൽ കണ്ട അതേ രീതിയിലുള്ള ഒരു ഗ്രാഫിക്സും കാര്യങ്ങളൊക്കെ അതിനോട് ചേർന്ന് നിൽക്കുന്ന രീതിയിലുള്ള ഒരു ഗ്രാഫിക്സും കാര്യങ്ങളാണ് ഇവിടെ വശങ്ങളിൽ വന്നിരിക്കുന്നത്. മുഴുവനായിട്ട് കൊടുത്തിട്ടുണ്ട്. എവിടെയൊക്കെ ഒരു കണ്ണിൻ്റെ ഒക്കെ ഇതൊക്കെ നമുക്ക് കാണാൻ പറ്റും. ഒരു ഗരുഡൻ്റെ ചിത്രം, അതുപോലെ തന്നെ അവിടെ നോ ഫിയർ എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇതിൻ്റെ വീല്, ഇത് അലോയ് വീലാണ്, 4 അലോയ് വീലാണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഇവിടെ ഒരു ചെറിയൊരു മഡ് ഫ്ലാപ്പ് കൊടുത്തിട്ടുണ്ട്, അതായത് ഈ വണ്ടി ചളി ഇറങ്ങി കഴിഞ്ഞാൽ ബോഡിയിലേക്ക് അധികം ചളി തെറിക്കാത്ത രീതിയിലുള്ളൊരു മഡ് ഫ്ലാപ്പ് കൊടുത്തിട്ടുണ്ട്. ഫ്രണ്ടിലുണ്ട്, ബാക്കിലുണ്ട്. പിന്നെ മുന്നിലെ സ്റ്റെപ്പും കാര്യങ്ങളൊക്കെ നോർമലായിട്ടുള്ളതാണ്. ഇവിടെ ലൈറ്റ് വരുന്നുണ്ട്, ഇത് ഇവിടെയും അതുപോലെ തന്നെ ഇവിടെയൊക്കെ ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ ഉള്ളിലൊക്കെ ലൈറ്റ് ഉള്ളത് നമുക്ക് ഓണാക്കുമ്പോൾ അറിയാൻ പറ്റുള്ളൂ, അത്രയും ലൈറ്റ് ഇടുന്നുണ്ട്. ഇത് അവിടെയൊക്കെ സ്പോട്ട് ലൈറ്റ് ഉണ്ട്, ആ വശങ്ങളിൽ മൊത്തം സ്പോട്ട് ലൈറ്റ് ഉണ്ട്. പിന്നെ അലോയിലും കൂടിയാണുള്ളത്. പിന്നെ ഇതൊക്കെ നോർമലായിട്ടുള്ളത്. പിന്നെ ലീഗലായിട്ടുള്ള നമ്പറും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. പിന്നെ മേലെ അഡ്വഞ്ചർ അൺലിമിറ്റഡ് എന്നൊക്കെ ഒരു ബാഡ്ജിങ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഇത്രയാണ് വശങ്ങളിലുള്ള ഒരു ഗ്രാഫിക്സും കാര്യങ്ങളൊക്കെ ഉള്ളത്. ഇനി നമുക്ക് പിൻഭാഗത്തേക്ക് പോവാം. അപ്പോൾ പിൻഭാഗത്ത് നോക്കുവാണെങ്കിൽ ഗ്യാങ് ഓഫ് മന്നാഡിയാർ, ഏറ്റവും മുകളിൽ ഗ്യാങ് ഓഫ് മന്നാഡിയാർ എന്ന് കൊടുത്തിട്ടുണ്ട്. ഒരു സ്പോയിലർ കൊടുത്തിട്ടുണ്ട്, അതിലൊരു ലൈറ്റ് വന്നിട്ടുണ്ട്. പിന്നെ ഇവിടെ ടിങ്കിൾ എന്നുള്ള നെയിം, അതായത് നല്ല അടിപൊളിയായിട്ട് മുഴുവനായിട്ടൊരു ടിങ്കിൾ എന്നുള്ള നെയിം കൊടുത്തിട്ടുണ്ട്, അതിന് നമ്പർ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു സ്റ്റെപ്പിനി വീലും അലോയാണ്. പിന്നെ അതുപോലെ തന്നെ മുൻഭാഗത്ത് അതേ രീതിയിൽ ചേരുന്ന രീതിയിലുള്ള ഗ്രാഫിക്സും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്, പിൻഭാഗത്തും കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ലാഡർ കൊടുത്തിട്ടുണ്ട്, മുകളിലേക്ക് കയറി പോകാൻ അത്യാവശ്യം നല്ല സ്ട്രോങ് ആയിട്ടുള്ള ലാഡർ കൊടുത്തിട്ടുണ്ട്. പിന്നെ താഴെയും ലൈറ്റ് കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്, ലീഗലായിട്ട് ലൈറ്റും കാര്യങ്ങളും. പിന്നെ ഇതിൻ്റെ ടെയിൽ ലാമ്പ് പറയുകയാണെങ്കിൽ സ്റ്റിക്കർ ചെയ്തിട്ട് ഡിസൈൻ ചെയ്തിട്ടുണ്ട്. നമ്മൾ ഈ മിനി കൂപ്പറിലൊക്കെ കാണുന്ന രീതിയിലുള്ള
ഒരു രീതിയിലേക്ക് ഇത് സ്റ്റിക്കർ വെച്ച് ചെയ്തിട്ടുണ്ട്. അതായത് ഇതിൻ്റെ സ്റ്റോക്കിലായിട്ടും തന്നെ സ്റ്റിക്കറും കാര്യങ്ങളും വെച്ചിട്ടാണ് അതുപോലെ മാറ്റിയിട്ടുള്ളത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പിൻഭാഗത്തുള്ളത്. പിൻഭാഗത്തും അടിയിൽ സ്പോട്ട് ലൈറ്റും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ പിൻഭാഗത്തുള്ളത്. അതിന് നമുക്ക് ഇതിൻ്റെ മറുവശം കൂടി ഒന്ന് കണ്ടതിന് ശേഷം ഉള്ളിലേക്ക് കയറി ണ്ടോ ഇതൊരു മഡ് ഫ്ലാപ്പ്. അതിൽ പോലും ടിങ്കിൾ എന്നുള്ള ഒരു ബാഡ്ജിങ് ഇവർ കൊടുത്തിട്ടുണ്ട്. അതായത് ചെറിയ ചെറിയ എലമെന്റിൽ കൂടി ടിങ്കിളിൻ്റെതായ ഒരു രീതി കൊണ്ടുവരാൻ ഇവർ ശ്രമിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്രയൊക്കെയാണ് പുറമേയുള്ള കാര്യങ്ങൾ. ഇനി നമുക്ക് ഉള്ളിലേക്ക് കയറി. അപ്പോൾ നമ്മൾ ഇന്റീരിയറിനെ പറ്റി പറയുന്നതാണെങ്കിൽ ഇതാ ഇവിടെ തന്നെ നമുക്ക് തുടങ്ങാം. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഓരോ എലമെന്റിൽ ഇവർ അവരുടേതായ ഒരു ബാഡ്ജിങ് കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടുണ്ടെന്ന്. ഇതൊരു ഡ്രീം ക്യാച്ചർ. ഇതിൽ ടിങ്കിളിൻ്റെ പേരുള്ള ഒരു റെഡും ബ്ലാക്കുള്ള ഒരു ഡ്രീം ക്യാച്ചർ വരെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതിലും അതായത് ഇവർ നേരത്തെ ആ മഡ് ഫ്ലാപ്പിൽ കൊണ്ടുവന്ന ആ ചെറിയൊരു എലമെന്റ്, അതായത് ഇവരുടേതായ ബാഡ്ജിങ് കൊണ്ടുവരാൻ ഇതിലും ശ്രമിച്ചിട്ടുണ്ട്. അടിപൊളിയായിട്ടുണ്ട് അല്ലേ, റെഡിനും ബ്ലാക്കിലുള്ള കോമ്പിനേഷൻ. പിന്നെ നമ്മുടെ ട്രാവലിങ്ങിന്, അതായത് ലഡാക്കിലൊക്കെ പോകുന്ന ഒരു ബുള്ളറ്റിലൊക്കെ പോകുന്നവർക്ക് ഇതറിയായിരിക്കും. അപ്പോൾ ഇതിലും സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇതാ മുഴുവനായിട്ട് കുറച്ച് അത്യാവശ്യം ബൈക്ക് ഉപയോഗിക്കുന്നില്ല, വലുതാണ്. പിന്നെ ഇതിൻ്റെ ഡാഷ്ബോർഡ് മൊത്തം വെൽവെറ്റിലാണ് ചെയ്തിരിക്കുന്നത്. പിന്നെ ഇതാ കുട്ടി ബുദ്ധന്മാരുടെ ഇതൊക്കെ ഉണ്ട്. ഇവിടെ 4 പേരുണ്ട് കുട്ടി ബുദ്ധന്മാർ. കണ്ണ് തുറക്കാതെ, അതായത് നമ്മൾ മിണ്ടരുത്, സംസാരിക്കരുത്, കേൾക്കരുത്, ഉറങ്ങിക്കോ, അതായത് തോന്നുന്നുണ്ട് അതിൻ്റെ ഇത്. പിന്നെ ഇതിൻ്റെ സ്റ്റിയറിംഗ് വീലാണ്. ഇത് സ്റ്റിയറിംഗ് വീലൊക്കെ നല്ല റാപ്പ് ചെയ്തിട്ടുണ്ട്. ബ്ലാക്കിലും അതായത് തന്നെ ഒരു ഗ്രേ കളറിലുമാണ് ചെയ്തിട്ടുള്ളത്. പിന്നെ എക്സ്ട്രാ സ്വിച്ചും കാര്യങ്ങളൊന്നും ഇവിടുന്നില്ല, മുകളിലാണുള്ളത്. പിന്നെ സീറ്റിൻ്റെ ഡ്രൈവർ സീറ്റും കാര്യങ്ങളൊക്കെ പറയുകയാണെങ്കിൽ അത്യാവശ്യം സപ്പോർട്ടുള്ള സീറ്റാണ്. പിന്നെ മുൻഭാഗത്ത് ഹെഡ് റെസ്റ്റ് കട്ടാക്കിയിട്ടുണ്ട്, അത് ബാക്കിലുള്ള വ്യൂ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നെ ഇതിൽ ഒരു ആംബ്രസ്റ്റും കാര്യങ്ങളും പോലത്തെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതൊരു സ്റ്റോറേജ് സ്പേസ് ആണ് അവിടെ കൊടുത്തിട്ടുള്ളത്. പിന്നെ നമുക്ക് പിൻഭാഗത്ത് സീറ്റും കാര്യങ്ങളൊക്കെ ഒന്ന് കാണാം. നേരത്തെ നമ്മൾ സ്റ്റിയറിംഗ് വീല് കണ്ട അതേ രീതിയിലുള്ള കളറും കാര്യങ്ങളൊക്കെയാണ് സീറ്റിൽ കൊണ്ടുവന്നിട്ടുള്ളത്. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ രാത്രിയിലുള്ള ലുക്കും പകലുള്ള ലുക്കും രണ്ടാണ്. ഇതിപ്പോൾ ലൈറ്റൊന്നും ഇടാത്ത ലുക്കാണ്. ഇതിൽ ധാരാളം ലൈറ്റ് ഉണ്ട്, ഉള്ളിലുണ്ട്. അതുപോലെ തന്നെ AC ഒക്കെ ഉണ്ട്. ഇതായത് കൊണ്ടോ ലേസറിൻ്റെ കാര്യങ്ങളൊക്കെ ഇതിൽ 2 ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ സബും കാര്യങ്ങളൊക്കെ ഇഷ്ടംപോലെ ഉണ്ട്, ഇതിൽ സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ AC വണ്ടിയാണ്, ഫാനുണ്ട്. AC വണ്ടി ആണെങ്കിൽ പോലും ഫാനൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ടി വിനെ പറ്റി പറയുകയാണെങ്കിൽ ഇത് എത്ര ഇഞ്ചാണ്? 23.5 ഇഞ്ചാണ് തോന്നുന്നുണ്ട്. 23.5 ഇഞ്ചിൻ്റെ ഒരു TV സെറ്റ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ 2 സൈഡിലായിട്ട് AC വെന്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഇതാണ് ഇതിൻ്റെ സ്വിച്ചും കാര്യങ്ങളൊക്കെ. ഇനി നമുക്കൊരു കാര്യം ചെയ്യാം. ആദ്യം ഇതിൻ്റെ ഉള്ളിലത്തെ ലൈറ്റും കാര്യങ്ങളൊക്കെ കണ്ടതിന് ശേഷം പുറത്തുള്ള ലൈറ്റും കാണാം. കുറച്ചും കൂടി ഇരുടായി കഴിഞ്ഞാലാണ് ഇതിൻ്റെ രസം ഉണ്ടാവുക. എന്നാലും ഇരുടാവാത്ത രീതിയിൽ കുറച്ച് അപ്പോൾ വണ്ടി എങ്ങനെയുണ്ട്? അടിപൊളിയല്ലേ? അപ്പോൾ ഇതിൻ്റെ വണ്ടിയുടെ ബുക്കിങ്ങിലുള്ള നമ്പറും കാര്യങ്ങളൊക്കെ ഞാൻ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം. അതുപോലെ തന്നെ ഇതിൻ്റെ ഇൻസ്റ്റാഗ്രാം പേജിൻ്റെ ലിങ്കും ഞാൻ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ ഇടാം. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ ഈ ചെറിയൊരു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് പ്രതീക്ഷിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ തിരിച്ച് ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. പിന്നെ ആദ്യമായിട്ടാണ് എൻ്റെ ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രം പോരാ, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ അടിച്ച് പൊട്ടിച്ചേക്കണം. അപ്പോൾ പുതിയൊരു വീഡിയോയിൽ പുതിയൊരു കണ്ടന്റുമായി കാണാം. അതുവരെ ബൈ.